എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ ഇന്നതാ രാവിലെ എണീച്ചതും ഞാൻ ഫ്രണ്ടിലോട്ട് വീഡിയോ എടുക്കാനും വേണ്ടി വന്നതാണ്. എൻ്റെ ആദ്യത്തെ ഇൻട്രോ എപ്പോഴും ഇതുപോലെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. ഫ്രണ്ടിലത്തെ ആ ഒരു എന്താ പറയുക പച്ചപ്പൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർമാർക്ക് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, നടക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവരെന്നോട് കുറേ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കുറേ കൊച്ചു വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുട്ടി എവിടെ, സ്കൂളിൽ പോകുന്നില്ലേ, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലോ. രാവിലെ എണീച്ച് ആരെങ്കിലും നമ്മളെ വിഷ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാവട്ടോ. അടുക്കളയിൽ പോയി പണി ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ എന്താ പറയുക ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീലൊന്നും വരില്ല. അപ്പോൾ പെട്ടെന്ന് പണി ചെയ്യാനൊക്കെ തോന്നും. ഞാൻ എൻ്റെ ചെടികളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു സൈഡിലില്ലേ എപ്പോഴും നായ്ക്കളും പട്ടികളൊക്കെ വന്ന് കിടക്കുന്ന കാരണം ഭയങ്കര വൃത്തികേടാവുന്നു. അപ്പോൾ ഞാൻ ചെടികളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ചെടികളൊന്നും അങ്ങനെ വീട്ടിൽ വെക്കാൻ പോലും ഇഷ്ടമല്ലാണ്ടായി. പട്ടിയും നായൊക്കെ വന്ന് കിടക്കുന്നത് കാരണം മൂത്രം ഒഴിക്കുകയും എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയത് കാരണം എനിക്ക് ഭയങ്കര എന്താ പറയുക ഇറിറ്റേഷനാട്ടോ. എനിക്കിപ്പോൾ ഫ്രണ്ട് വന്ന് ഇരിക്കാനേ തോന്നാറില്ല. അപ്പോൾ ഞാവൽമരം ഇപ്പോൾ അത്യാവശ്യം കാലിയായിട്ടുണ്ട്. ഞാവലൊക്കെ അത്യാവശ്യം താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാവൽപ്പഴങ്ങളൊക്കെ അത്യാവശ്യം എന്താ പറയുക കിളികളും അതുപോലെ നമ്മൾ തന്നെ കുറേ വലിച്ചു. നമ്മുടെ ചുറ്റുമുള്ള കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ തന്നെ കുറേ വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പശുക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ തീറ്റ അന്വേഷിച്ചിട്ട്. ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ പുല്ലാണല്ലോ. ക്യാമ്പിലിപ്പോൾ രണ്ട് ദിവസം കൂടുമ്പം എന്താ പറയുക പുല്ല് വെട്ടേണ്ട അവസ്ഥയായിട്ടുണ്ട്. അങ്ങനെയുള്ള അത്രയ്ക്ക് കാട് പിടിച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ ചുറ്റുഭാഗവും. ഇപ്പോൾ കുട്ടികളൊന്നും ഇങ്ങനെ ഗ്രൗണ്ടിലൊന്നും പോയി കളിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പുല്ല് നല്ലപോലെ വളരുന്നുണ്ട്. 2 ദിവസം മുന്നേ വെട്ടിയുള്ളൂ, അപ്പോഴേക്കും വീണ്ടും വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാമ്പിനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനെ തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്തു. എന്നാലും നമ്മുടെ തൊട്ടടുത്ത് ജീലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ പാമ്പൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാം ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മെയിൻ റോഡിലായിരിക്കും കേട്ടോ ഇനി തൊട്ട് പിള്ളേരുടെ കളിയൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് പുറത്തത്തെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വേഗം അടുക്കളയ്ക്ക് പോവുക കേട്ടോ. അടുക്കളയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് തക്കാളിക്കറി ഇന്നലത്തെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് ചൂടാക്കണം. പിന്നെ ഇന്നലെ നമ്മുടെ തൊട്ട വീട്ടിലത്തെ ദീദി തന്ന കുറച്ച് ദാലുകറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിക്കുള്ള മാവ് എടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. മോൻ എന്തായാലും ചപ്പാത്തി അതുപോലെ പാല് അങ്ങനെ കഴിക്കുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നത്. ഏട്ടൻ എന്തായാലും ഇങ്ങനെ പാലും കൂട്ടിയിട്ടൊന്നും കഴിച്ച് ശീലമില്ലാത്ത കാരണം എന്തായാലും കറിയൊക്കെ വേണം. അപ്പോഴേക്കും പാലൊക്കെ വന്നപ്പോൾ വേഗം മോൻ പാത്രം എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ പാല് മേടിക്കാനും വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവൻ്റെ പിന്നാലെ പോയി. അവൻ എന്ത് ചെയ്യുന്ന അറിയില്ലല്ലോ. പാല് മേടിച്ചിട്ട് ഒഴിച്ച് കളഞ്ഞാൽ പിന്നെ നമ്മുടെ പൈസ പോവില്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പിന്നാലെ പോയിട്ടുണ്ട്. പക്ഷെ അവൻ എന്നെ ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. വെള്ളം വണ്ടിയൊക്കെ വരുമ്പം വേഗം ക്യാനൊക്കെ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കും. അതുപോലെ പാലൊക്കെ വരുമ്പോൾ അമ്മ പാല് വന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം അവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചു. മത്തനൊക്കെ അരിഞ്ഞു വെച്ചു. അതുപോലെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ അവന് കഴിക്കാൻ കൊടുത്തു. അവനെ റെഡിയാക്കിയത് മൊത്തം ഏട്ടനായിരുന്നു കേട്ടോ. അവൻ പാല് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അവൻ ഈ ചപ്പാത്തിയൊന്നും കഴിച്ചില്ല കേട്ടോ. അവന് ചില ദിവസം അങ്ങനെയാണ്. ചിലപ്പം വിശപ്പുണ്ടെങ്കിൽ അവൻ കഴിക്കും, അല്ലേ പാല് മാത്രം കുടിക്കും കേട്ടോ. പിന്നെ ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് വന്നതിന് ശേഷം വേഗം പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകുകയാണ്. കുറേ പാത്രങ്ങളൊന്നും ഇല്ല, കുറച്ച് പാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വേഗം കഴുകിയിട്ട് എനിക്കിനി കറി വെക്കാൻ തുടങ്ങണം. ഉച്ചയ്ക്കുള്ള കേട്ടോ. രാവിലേക്കുള്ള കറി എന്തായാലും ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് മത്തൻ്റെ എലിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ മത്തനൊക്കെ നേരത്തെ മുറിച്ച് വെച്ചുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കുക്കറിലെടുത്ത് ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും കേട്ടോ. ഒരു വിസിലൊക്കെ മതിയാകും. പിന്നെ കുറച്ച് തേങ്ങ വറുത്തതും ഇടും, കുറച്ച് എന്താ പറയുക അരച്ചും ചേർക്കും. അങ്ങനെയാണ് ഞാൻ വെക്കാറ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കറിക്കുള്ളതും കൂടെ സെറ്റാക്കുന്നുണ്ട്. ഇനി എനിക്ക് പെട്ടെന്ന് ഉപ്പേരിക്കും കൂടിയുള്ളത് മുറിക്കണം. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരാൾ, എനിക്ക് അറിയുന്നൊരു ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും നീ ഇങ്ങനെ നിൻ്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ എന്നോട് ഒരിക്കലൊരു ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നീട് ഞാൻ വിചാരിച്ചു ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ബോറടിച്ചിരിക്കുവാണല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വീഡിയോസ് ഇട്ടുകൂടാ. കാരണം എന്തായാലും ഞാനൊരു ഹൗസ് വൈഫാണ്. പിന്നെ അത് മാത്രമല്ല എനിക്ക് എങ്ങോട്ടും പോകാനുമില്ല. കാരണം ഇതൊരു അന്യനാട്ടിൽ വന്നിട്ട് നമ്മളിവിടെ നിന്ന് എങ്ങോട്ട് പോകാനാണ്? ഈ വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങോട്ടും പുറത്തിറങ്ങാൻ പോലും തോന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളോട് ഇങ്ങനെ ഫുൾ ടൈം ഫോൺ ചെയ്തിട്ട് ആരെങ്കിലും ഇരിക്കുമോ? നമ്മുടെ ഫാമിലി ആണെങ്കിൽ പോലും ഫുൾ ടൈം എന്തായാലും ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട്
കാര്യങ്ങളൊന്നും ഇരിക്കില്ലല്ലോ. ഫ്രണ്ട്സ് പോട്ടെ എന്ന് പറയാം, എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. എന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാൻ മാത്രം എനിക്ക് ആരുമില്ല. അപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിച്ചോ, നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, നിനക്ക് സുഖമാണോ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കാൻ എനിക്ക് ഒരാളും ഇല്ല. പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നതിന് മറ്റുള്ളവർക്ക് ഇങ്ങനെ വിഷമം വരേണ്ട ആവശ്യം? അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് എന്തായാലും ഞാൻ ചെയ്യുന്നത് എന്തായാലും തെറ്റല്ല. കാരണം നമ്മളിപ്പം നമ്മളെക്കുറിച്ച് ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നതും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. നമ്മളെക്കുറിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, അത് നമ്മളാണ് പറയുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ പറയുന്നത്. പക്ഷേ മറ്റൊരാൾ നമ്മളെക്കുറിച്ച് വേണ്ടാധീനം മറ്റുള്ളവരോട് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതിനേക്കാളും നല്ലത് ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ ലൈഫ് സ്റ്റൈല് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കുറച്ച് മൈൻഡ് റിലീഫാക്കി വെക്കാൻ പറ്റും. കാരണം ഞാൻ യൂട്യൂബ് വീഡിയോസ് ഇടുന്നതിനെ കുറിച്ചിട്ട് മാത്രം ചിന്തിക്കും. അത് മാത്രമല്ല, ഞാൻ ഇനി അടുത്ത് എന്ത് കണ്ടൻറ്റ് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കും. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ എപ്പോഴും ആളില്ലാത്തേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ പരാതി പറയാനും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയാനൊക്കെ ആയിട്ട് ആരെങ്കിലും എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോരോ ദിവസങ്ങളും കടന്നു പോകുന്നത്. സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിലും നമ്മളെ എന്താ പറയുക, നമ്മൾ ഒരു വഴിയിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ച് പോകാമെന്ന് വിചാരിക്കുമ്പോഴേക്കും നമുക്കിതുപോലത്തെ കമൻസൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ എത്തിക്കോളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോരോ ദിവസങ്ങൾ. പിന്നെ ഞാൻ മോനെ പോയി പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചെറുതായി ഉറങ്ങി എണീറ്റിട്ട് വേഗമായിട്ട് ചായയൊക്കെ വെച്ച് കൊടുത്തതായിട്ടും വീണ്ടും ഓഫീസിൽ പോവാണ്. മോനാണെങ്കിൽ ഇപ്പോഴും കിടന്ന് ഉറങ്ങുക കേട്ടോ. അപ്പോൾ ഇനി അവനെ എണീച്ചിട്ട് അവനെ കുറച്ച് നേരം കളിക്കാനൊക്കെ കൂട്ടിയിട്ട് പോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ഡേ. പക്ഷേ ഇങ്ങനെയൊക്കെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബോറടിയൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ നമുക്ക് എന്തായാലും നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മുടെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനെ ചുറ്റിപ്പറ്റി മാത്രമാണ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരേ ഒരാളുടെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരാൾക്ക് താല്പര്യമാണോ അല്ലയോ എന്ന് മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ, എൻ്റെ ഹസ്ബൻഡിന്. അപ്പോൾ ആൾക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ വീഡിയോസ് എടുത്താലും ഇല്ലെങ്കിലും ഒക്കെ ആൾക്ക് ഓക്കെയാണ്. കാരണം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആയി ഇരുന്നാൽ മാത്രം ആൾക്ക് മതിയായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് ആരും വിളിക്കാനില്ല, ആരും മിണ്ടാനില്ല, ആരും സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനേക്കാളും എത്രയും നല്ലതായിരുന്നു ആൾക്കിങ്ങനെ ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോസ് ഇട്ട് തുടങ്ങിയെന്ന് കേട്ടത്. അത് ഏട്ടന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റും ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ യൂട്യൂബിനകത്ത് വീഡിയോസ് ഇട്ട് തുടങ്ങി പറഞ്ഞപ്പോൾ നീ കേട്ടോ അതിനിപ്പോൾ എന്താണെന്നുള്ള രീതിയിലായിരുന്നു ഏട്ടൻ എന്നോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നും അല്ല കേട്ടോ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ പോരല്ലോ, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ജീവിക്കണ്ടേ. അപ്പോൾ അതിന് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, കഷ്ടപ്പെടേണ്ടി വരും, കുറേ കമൻസൊക്കെ കേൾക്കേണ്ടി വരും. എന്നാലും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ എനിക്ക് എന്നോടും അതുപോലെ നിങ്ങളോടും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാവേ. ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നില്ല അതൊന്നും, പക്ഷേ പറയേണ്ടി വന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.